എസ് രാജമൗലി നമുക്ക് വേണ്ടി ഒരുക്കിയ ബാഹുബലി 1ഉം 2ഉം അത് രണ്ടും കൂടി ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് റീമാസ്റ്റർ ചെയ്ത് അവർ തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബാഹുബലി ദി എപ്പിക് എന്നാണ് അതിന് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. ഒരു എപ്പിക് അനുഭവം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് 3.25 മണിക്കൂറിന് 3.25 3:30 7:30 സിനിമ തുടങ്ങി 11 മണിക്ക് പടം കഴിഞ്ഞു. അത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്നൊരു പടം കാണുന്നത് ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു എപ്പിക് അനുഭവം എന്ന് തന്നെ പറയാം. ഞാൻ 2 തരം ആളുകൾക്ക് ഈ സിനിമ ഉറപ്പായും സജസ്റ്റ് ചെയ്യും. ഒന്ന്, നിങ്ങൾ ബാഹുബലി 1ഉം 2ഉം ഒന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല, അത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്നൊരു ഫീൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. 2, ബാഹുബലി 1ഉം 2ഉം തിയേറ്ററിൽ കണ്ടിട്ട് കൊതി തീരാത്ത ആൾക്കാരുണ്ട്. ഞാൻ തിയേറ്ററിൽ കണ്ടു, അയ്യോ എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇനിയും വിളിച്ചാൽ ഞാൻ ഇനിയും പോയി കാണും എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ള ആളുകൾക്കും കാണാം. ഇനി അതല്ല, ബാഹുബലി ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്, എനിക്കിനി അതിൽ ഇനി എന്താണ് അവർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്നു റീമാസ്റ്റർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്നിലെ പ്രേക്ഷകൻ അങ്ങനെ കാര്യമായ വ്യത്യാസം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എഡിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാട്ടുകൾ കട്ടായിട്ടുണ്ട്, പ്രണയരംഗങ്ങൾ കട്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ളൂ. അത് ഞാൻ വിശദമായിട്ട് പറയാം. MM കീരവാണിയുടെ മ്യൂസിക് അത് ഡോൾബി അറ്റ്മോസിൽ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലക്സിൽ ഓഡി 1ൽ ഇരുന്നിട്ടാണ് ബാഹുബലി 1ഉം 2ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ സിനിമ കാണുന്നത്. ഇൻ്റർവൽ പഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ബാഹുബലി ഫസ്റ്റ് പാർട്ടാണ് ഇൻ്റർവെലിന് മുമ്പുള്ളത്, സെക്കൻഡ് പാർട്ട് ഇൻ്റർവെലിന് ശേഷമുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ആ ചോദ്യം തന്നെയാണ് ഇവിടെ ഇൻ്റർവെലിനും വരുന്നത്. കുത്തി കഴിഞ്ഞിട്ട് വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി, പക്ഷേ നിങ്ങൾക്ക് 2 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എഴുതി കാണിക്കുന്നത്. അങ്ങനെയാണ് ഇൻ്റർവെൽ വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പഴയകാല സിനിമകളൊക്കെ റീമാസ്റ്റർ ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടല്ലോ, അത് പണ്ട് കാണുമ്പോൾ ഉള്ളതും ഇപ്പം കാണുന്നതായിട്ട്. എനിക്ക് ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കര ഡിഫറൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഈ അരേന തോണിയിൽ ഇവർ യാത്ര ചെയ്യുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അതായത് കുന്തള ദേശത്ത് നിന്ന് മഹിഷ്മതി രാജ്യത്തേക്ക് നമ്മുടെ നായകനും നായികയും കൂടി പോകുന്ന, പ്രഭാസും അനുഷ്കയും കൂടി പോകുന്ന ഒരു ബോട്ട് ഇങ്ങനെ പറന്നൊക്കെ പോകുന്ന ആ പാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രെയിം ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ഈ ഹെഡ് സ്പേസ് നിങ്ങൾ നോക്കി വെച്ചോളൂ, പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഇത്രയും വരും, പെട്ടെന്ന് ഇങ്ങനെ വരും, അങ്ങനെ ഒരേ ഷോട്ടിൽ തന്നെ ടപ്പ് നടിച്ചടിച്ച് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വന്നതായിട്ട് തോന്നി. അത് നല്ല കല്ലുകടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം രസമായിട്ട് തന്നെ കാണാനുണ്ട്. സൗണ്ടും കൊള്ളാം, പരിപാടിയൊക്കെ കൊള്ളാം. തമന്ന, പ്രഭാസ് ലവ് സീൻസ് എല്ലാം കൂടി അവന്മാർ മറ്റേ പാട്ട് കഴിഞ്ഞിട്ടുള്ള ലവ് സീൻസ് എല്ലാം കൂടി കട്ട് ചെയ്ത് ജസ്റ്റ് കഥ പറച്ചിൽ മാത്രമാണ്. പിന്നെ ഞരമ്പുകൾ എന്ന് പറയുന്ന പാട്ടില്ലേ, ആ പാട്ട് അതിൻ്റെ സീക്വൻസുകൾ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകിൽവർണ്ണ മുകുന്ദ കേട്ടിട്ടില്ല. അങ്ങനെ ഇവരുടെ പ്രണയോദ്ദീപകമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അവർ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. വാർ സീക്വൻസുകളെല്ലാം ഉണ്ട്, അടി പരിപാടികളെല്ലാം ഉണ്ട്. ഈ സിനിമയിൽ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു മെയിൻ സംഭവം അത് തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാഹുബലി 1ഉം 2ഉം ഒക്കെ OTT പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ആ വാർ സീക്വൻസ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് എന്ത് രസമായിട്ടാണ്. അല്ലെങ്കിൽ ഈ ഫൈറ്റ്, അല്ലെങ്കിൽ ഇന്ന ഡയലോഗ് ഡെലിവറി, ഇപ്പോൾ രമ്യ കൃഷ്ണൻ ഇന്ന ഡയലോഗ് പറയുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, മോനെ അത് എന്ത് റേഞ്ചാണ് എന്നൊക്കെ കരുതി അങ്ങനെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന പെറുക്കി കാണുന്ന വിഷ്വൽസ് അതെല്ലാം തന്നെ ഉണ്ട്. അത് വീണ്ടും വലിയൊരു സ്ക്രീനിൽ ആ പറയുന്ന ഒരു എഫക്റ്റിലൊക്കെ കാണുന്നതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉള്ളപ്പോൾ പോലും എനിക്കൊരു ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ്, ഒരു ഭയങ്കര ജമ്പോ ഫീൽ ചെയ്തില്ല. അതായത് ബാഹുബലി എടുത്തു വെച്ചിട്ടുള്ള രാജമൗലിയോടും കീരവാണിയോടും ഇതിൻ്റെ പിന്നിലും മുന്നിലും നിന്നിട്ടുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെയും ഒക്കെ ബഹുമാനിക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം കൂടി പോയി കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നിലെ പ്രേക്ഷകൻ ഒരു അപ്ഗ്രേഡഡ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന ലെങ്ത്തും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇന്ന് ഞാൻ ആ സിനിമയിലെ ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൗണ്ടർ അടിക്കാൻ തോന്നുന്ന പോലത്തെ, അത് അന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് മാസ് ഡയലോഗ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേൾക്കുമ്പോൾ അതെന്ത് ഡയലോഗാണോ എന്ന് ചോദിക്കാൻ തോന്നിയ പോലത്തെ 1-2 ഡയലോഗുകൾ ഫീൽ ചെയ്തു. അതങ്ങനെയാണ്, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ പല സിനിമകളിലും പണ്ട് ആസ്വദിച്ചിരുന്ന പലതിനെയും ഇപ്പോൾ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. പിന്നെ സിനിമ എങ്ങനെയുണ്ട്, കഥ എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 1ഉം 2ഉം ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സിനിമയുടെ റിവ്യൂ, അവരുടെയൊക്കെ പെർഫോമൻസുകൾ നല്ലതായിരുന്നു, നല്ല മ്യൂസിക് ആയിരുന്നു, നല്ല വിഷ്വൽസ് ആയിരുന്നു എന്നൊന്നും ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമുക്കിതൊക്കെ അറിയാം. അപ്പോൾ ഇത് റീമാസ്റ്റർ ചെയ്ത് എഡിറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വിഷ്വൽസൊക്കെ വലിയ സ്ക്രീനിൽ കാണുന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 2 സിനിമയും 2 സിനിമകളായി തന്നെ സെപ്പറേറ്റ് ആയി തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖവും സന്തോഷമൊക്കെ. സെപ്പറേറ്റ് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സംഭവം എനിക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ ഇല്ല. എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തോ ഭയങ്കര സംഭവം കണ്ടു എന്ന് പറയുന്ന പോലെ നിങ്ങളോട് പറയാനും തോന്നിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടില്ല. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.